മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. കൃഷി പാഠ്യവിഷയമാക്കി ഒരു വിദ്യാലയം. സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ വെജിറ്റബിൾ ഗാർഡൻ പദ്ധതി പ്രകാരം കൊല്ലം ജില്ലയിൽ കല്ലുവാതുക്കൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചിറക്കര രാഘവാനന്ദ സെൻട്രൽ സ്കൂളിൽ നടപ്പാക്കിയ വിഷരഹിത പച്ചക്കറിയുടെ മാതൃകാ കൃഷിത്തോട്ടം വിളവെടുപ്പ് മഹോത്സവത്തിൽ പങ്കുചേരാനുള്ള ഒരു സുവർണ അവസരമാണ് ഇന്ന് നൂറുമേനിക്ക് ലഭിച്ചിരിക്കുന്നത്. സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ മാരക കീടനാശിനികളുടെയും രാസവളങ്ങളുടെയും മരവിപ്പിക്കുന്ന സ്പർശമേൽക്കാതെ കുരുന്ന് ഹൃദയങ്ങളുടെയും അവരെ നേർവഴിക്ക് നയിക്കുന്ന അധ്യാപകന്മാരുടെയും പരിലാളനയിലും സംരക്ഷണയിലും ഗ്രോ ബാഗുകളിൽ തളിർത്തുലഞ്ഞ കായ്കനികളേന്തി നിൽക്കുന്നു പച്ചക്കറി ചെടികൾ. കല്ലുവാതുക്കൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചിറക്കര രാഘവാനന്ദ സ്കൂളിൽ കഴിഞ്ഞ 2-3 വർഷമായി ഗ്രോ ബാഗിലും മറ്റും പച്ചക്കറി കൃഷി ചെയ്തു വരികയായിരുന്നു. ഈ വർഷം ഞങ്ങളത് വിപുലമായി 1 ഏക്കറോളം സ്ഥലത്ത് ചെയ്യുന്നു. അതിൽ ചില കുട്ടികൾക്ക് പ്രചോദനമുണ്ടാകുകയും അവരുടെ വീടുകളിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. തഴച്ചു കൊഴുത്ത് പുഴുക്കുത്തേൽക്കാത്ത ഈ ചെഞ്ചീര ഈ വിദ്യാലയത്തിലെ കുഞ്ഞുങ്ങളുടെ കുരുന്ന് ഹൃദയത്തിന്റെ പ്രതീകം പോലെ. തക്കാളി, പച്ചമുളക്, വെണ്ട, കാബേജ്, ചീനിയാമര. വിളവ് കുട്ടികൾക്കും സ്ഥാപനത്തിലെ മറ്റ് സ്റ്റാഫിനും മിതമായ വിലയ്ക്ക് നൽകുന്നു. ആവശ്യക്കാർ ഏറെയാണ് താനും. ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ കല്ലുവാതുക്കൽ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ 1 ഏക്കർ സ്ഥലത്ത് ഒരുക്കിയതാണ് ഈ മാതൃകാ കൃഷിത്തോട്ടം. കൃഷി ഓഫീസർ ഗീത എസ് നമ്മോട് പറയുന്നത് ശ്രദ്ധിക്കാം. സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രകാരം കല്ലുവാതുക്കൽ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ രാഘവാനന്ദ സെൻട്രൽ സ്കൂളിൽ നടത്തിയ പച്ചക്കറിയുടെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടന്നത്. അപ്പം വർഷങ്ങളായിട്ട് തരിച്ചു കിടന്ന ഏകദേശം 1 ഏക്കറോളം സ്ഥലത്ത് വിവിധങ്ങളായ പച്ചക്കറികൾ, ശീതകാല പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്ത് നല്ല വിളവെടുപ്പ് നടത്തിയത്. അതിൽ തികച്ചും ജൈവ രീതിയിലുള്ള കൃഷിക്കാണ് പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത്. കുട്ടികളെ ഒരു ഹരിത ക്ലബ്ബ് രൂപീകരിച്ച് അതിലുള്ള കുട്ടികൾക്ക് ആവശ്യാനുസരണമുള്ള ട്രെയിനിങ്, പരിശീലന പരിപാടികളും സമയാനുസൃതമായിട്ട് നടത്തി അവരെ കൊണ്ട് തന്നെ നമുക്ക് കൃഷിയിലേക്ക് ആവശ്യമായിട്ടുള്ള ജൈവ കീടനാശിനികളും മറ്റ് ജൈവ വസ്തുക്കളും ഒക്കെ ഉണ്ടാക്കി അത് തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല വിളവും കിട്ടുകയുണ്ടായി. ജൈവ കൃഷിക്കാണ് ഇവിടെ പ്രാധാന്യം. ശീതകാല പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. ഈ മാതൃകാ കൃഷിത്തോട്ടം സജ്ജമാക്കുന്നതിൻ്റെ ഭാഗമായി ഈ വിദ്യാലയത്തിലെ അധ്യാപികയായ ശ്രീമതി ശ്രീലതയുടെ നേതൃത്വത്തിൽ ഒരു കാർഷിക ക്ലബ്ബ് രൂപീകരിക്കുകയും അതിലൂടെ ഇവിടുത്തെ കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും ഈ സംരംഭത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള ജൈവ കീടനിയന്ത്രണ രീതികൾ അവലംബിച്ചത് വഴി വലുതായിട്ടുള്ള രോഗ നഷ്ടങ്ങളൊന്നും തന്നെ ഇതിലുണ്ടായിട്ടുമില്ല.
അപ്പോൾ ഈ നമ്മുടെ രാഘവാനന്ദ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കൃഷിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്കൂളാണ്. കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ തന്നെയും ഇത് സ്കൂൾ പച്ചക്കറിത്തോട്ടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാഘവാനന്ദ സ്കൂൾ പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയുണ്ടായി. എന്നാൽ തന്നെയും ഇത്രയും വിപുലമായിട്ടുള്ളൊരു രീതിയിൽ ഇപ്രാവശ്യമാണ് നടത്തിയിരിക്കുന്നത്. അതിൽ ഒരു ബമ്പർ വിളവെടുപ്പ് തന്നെ ഇവർക്ക് കിട്ടിയെന്ന് നമുക്ക് പറയാം. എല്ലാവരുടെയും മാനേജറുടെയും ടീച്ചർമാരുടെയും കുട്ടികളുടെയും എല്ലാവരുടെയും ഒരു ഒത്തൊരുമയോടുള്ള പ്രവർത്തനം കൂടെയാണ് ഇത് ഈ ഒരു മഹത്തായ വിജയം ഇവർക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. ജൈവവളം, ജൈവ കീടനാശിനി എന്നിവയുടെ തയ്യാറാക്കൽ, ഉപയോഗം എന്നിവയിൽ കുട്ടികൾക്ക് പരിശീലനം നൽകി അവരെ പ്രാപ്തരാക്കാൻ ഈ സംരംഭം മൂലം സാധിച്ചിട്ടുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. ശീതകാല പച്ചക്കറികളുടെ ഉപയോഗം കുട്ടികളെ ശീലിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. സ്കൂൾ ക്ലബിൽ ഒരു ക്ലബ്ബ് രൂപീകരിച്ചിട്ട് ശ്രീലത ടീച്ചറിൻ്റെ നേതൃത്വത്തിലാണത് കൃഷി ചെയ്യുന്നത്. കുട്ടികളെ എല്ലാവരെയും തന്നെ എല്ലാ ദിവസവും കൃഷിയിടത്തിൽ കൊണ്ടുവന്ന് കൃഷി രീതികൾ അവരെ കൊണ്ട് തന്നെ പരിപാലിക്കുന്ന ഒരു നടപടിയാണ് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നത്. ഇപ്പം സ്കൂൾ മാനേജ്മെൻറ്റും ഇതിന് വളരെയധികം, സ്കൂൾ മാനേജറായിട്ടുള്ള സുനിൽകുമാർ സാറും വളരെയധികം താല്പര്യം എടുക്കുന്നതാണ്. മറ്റ് അധ്യാപകരും എല്ലാവരും തന്നെ ഇതിന് വളരെയധികം ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് അത് ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നത് വഴി തന്നെയാണ് ഇതിന് വളരെ നല്ലൊരു വിളവെടുപ്പും ഈ കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി പൂർണ്ണ രൂപത്തിൽ അത് നടപ്പിലാക്കാനും ഈ കൃഷി കൊണ്ട് സാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ പ്രോജക്റ്റ് ബേസ്ഡ് കൾട്ടിവേഷൻ അഥവാ പദ്ധതി അധിഷ്ഠിത കൃഷി പ്രകാരം 1 ഏക്കർ സ്ഥലത്തെ കൃഷിക്ക് 70,000 രൂപ ധനസഹായം ഈ സംരംഭത്തിന് ലഭിച്ചിട്ടുണ്ട്. മൊത്തം ചെലവ് 1 ലക്ഷത്തിലേറെ ആകുമെങ്കിലും വിളവിൻ്റെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഈ സംരംഭം വൻ വിജയം തന്നെയാണ് നേടിക്കൊടുത്തിരിക്കുന്നത്. പച്ചമുളക് സിയാറ ഇനമാണ്. വലിപ്പത്തിലും രൂപത്തിലും അഴകിലും ഇവൾ സുന്ദരി തന്നെയാണ്. ക്ലാസ് മുറികളിലെ ബോറൻ അന്തരീക്ഷത്തിൽ നിന്നും പ്രകൃതിയുടെ ഊഷ്മള വേളകളിലേക്ക് അതോ ഈ മുളക് ചെടികൾ കുഞ്ഞുങ്ങളുടെ മൃദു കരലാളനത്തിൽ മതിമറന്ന് ആലസ്യത്തിലാവുകയാണോ? ഈ സ്കൂളിൻ്റെ മാനേജർ സുനിൽകുമാർ AS ഈ സംരംഭത്തെപ്പറ്റി നമ്മോട് സംസാരിക്കുന്നു. ഒട്ടനവധി പ്രോഗ്രാമുകൾ നമ്മളെ രാഘവാനന്ദ സ്കൂളുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും ഭംഗിയായ രീതിയിൽ നമുക്ക് സാധിച്ചത് ഈ ജൈവ പച്ചക്കറിയുടേതാണ്. എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറിയിൽ ഏറ്റവും നല്ല രീതിയിലുള്ളൊരു പ്രോത്സാഹനം നൽകുവാൻ സാധിച്ചു. ഈ വർഷം മാത്രമല്ല, കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ ഗ്രോ ബാഗ് വെച്ചുള്ള പദ്ധതി, വെജിറ്റബിൾ ഗാർഡൻ പദ്ധതി അവലംബിച്ചു. തുടർന്ന് ഏറ്റവും നല്ല രീതിയിലുള്ള വിളവെടുപ്പ് ലഭിച്ചു. അതിന് മുന്നിലത്തെ വർഷവും ഗവൺമെൻറ് നൽകുന്ന കല്ലുവാതുക്കൽ കൃഷിഭവനിൽ നിന്ന് ലഭിച്ച വിത്തുകൾ കുട്ടികൾക്കെല്ലാം തന്നെ കൊടുത്തുവിട്ട് അതെല്ലാം തന്നെ കുട്ടികൾ വീട്ടിൽ കൊണ്ടുപോയി ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ നൽകി. കഴിഞ്ഞ വർഷം അതിനൊരു അവാർഡും സംഘടിപ്പിച്ചു. ആ അവാർഡ് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ വിളവെടുക്കുന്ന രക്ഷകർത്താവിന് കുട്ടിക്കും സ്കൂൾ ആനിവേഴ്സറി ദിവസം, സ്കൂൾ വാർഷിക ദിവസം അവർക്ക് ക്യാഷ് അവാർഡും അതുപോലെ തന്നെ മെമൻറ്റോയും നൽകുകയുണ്ടായി. അങ്ങനെ വിവിധമായിട്ടുള്ള ഒരു ഏകദേശം ഒരു 30ഓളം എൻട്രീസുകൾ വന്നു. ആ 30ഓളം എൻട്രീസിൽ നിന്ന് തന്നെ നമുക്ക് 5 പേരെ കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള ഗീത മാഡം ഉൾപ്പെടെയുള്ള അവർ പോയി അവരുടെ വീടുകൾ സന്ദർശിച്ച് അത് സെലക്ട് ചെയ്ത് ആ കുട്ടികൾക്ക് ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. അത് വെണ്ട, ചീര, പടവലം, പാവൽ, പയർ, വഴുതന, പച്ചമുളക്, ക്യാബേജ്, കുക്കുംബർ, കോളിഫ്ലവർ, അമരയ്ക്ക തുടങ്ങി ഒട്ടനവധി ഏകദേശം ഒരു 20ഓളം തന്നെ വിളകൾ നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിച്ചു. എല്ലാത്തിനും വളരെയധികം മേന്മയായിട്ടുള്ള വിളവാണ് ലഭിച്ചത്. അത് കുട്ടികളുടെ ഒരു സാന്നിധ്യം തന്നെയാണ് ഇതിന് ഏറ്റവും പ്രധാന ഘടകം. വഴുതന, നീലിമ വിളവിൽ ഒട്ടും പിന്നോക്കമല്ല. പാവൽത്തോട്ടങ്ങളിൽ കായ്കളെ പൊതിയാനും വെള്ളം നനയ്ക്കാനും ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടോ? വലിപ്പത്തിൽ കമ്പോളത്തിൽ ലഭ്യമാകുന്ന ഏതു പാവയ്ക്കയെയും കടത്തിവെട്ടുന്നു ഇവിടുത്തെ വിളവ്. എണ്ണത്തിലും മോശമല്ല എന്ന് കാണുന്നില്ലേ? ഇനം മായ.
വെണ്ട, പയർ, കാബേജ്, സലാഡ് വെള്ളരി, ചീര, കോവൽ, കോളിഫ്ലവർ, ചീനിയമര, പടവലം, പീച്ച്. ഇങ്ങനെ 20ഓളം പച്ചക്കറികളാണ് ഇവിടെ കൃഷി ഇറക്കിയിട്ടുള്ളത്. കൃഷി വകുപ്പിൻ്റെ പ്രോജക്റ്റ് ബേസ്ഡ് കൾട്ടിവേഷൻ പ്രകാരം ഏകദേശം 1 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യാനായിട്ട് 1.5 ലക്ഷത്തോളം രൂപ ചെലവ് വരും എന്നിരിക്കെ 70,000 രൂപയുടെ സാമ്പത്തിക സഹായമാണ് കൃഷി വകുപ്പിൽ നിന്ന് ഇവർക്ക് അനുവദിച്ചിരിക്കുന്നത്. അതിനേക്കാളും കൂടുതൽ ചിലവായി എങ്കിലും ആ ചിലവായതിനേക്കാളും കൂടുതൽ പൈസ ഇതിൽ നിന്നും വിളവെടുപ്പിൽ നിന്ന് തന്നെ ഈടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനകം തന്നെ ഏകദേശം അതിൻ്റെ ഒരു കൂടുതൽ ഭാഗവും വകയിരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ശീതകാല പച്ചക്കറികൾ, നമ്മുടെ നാട്ടിൽ അധികം സുപരിചിതമല്ലാത്ത ശീതകാല പച്ചക്കറികൾ കുട്ടികൾക്ക് ശീലമാക്കാനും കൂടെ ഈ ഒരു കൃഷിയിൽ കൂടെ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികളെയും നാട്ടുകാരെയും ജനങ്ങളെയും എല്ലാവരെയും ഒന്നടങ്കം തരിശ് കൃഷിയിലേക്കും ജൈവ കൃഷിയിലേക്കും സ്വന്തമായി അധ്വാനിച്ച് കൃഷി ചെയ്ത് ഭക്ഷിക്കുന്നതിൻ്റെ ആ ഒരു കൺസെപ്റ്റിനെ പറ്റിയും അതിൻ്റെ ഒരു സുഖത്തെപ്പറ്റിയും എല്ലാവരെയും ബോധവാന്മാരാക്കുന്നതിന് രാഘവാനന്ദ സ്കൂളിൻ്റെ ഈ ഒരു പദ്ധതി വഴി സാധിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. മുളക് പറിക്കാനും പാവയ്ക്ക പറിക്കാനും ചുമക്കാനുമെല്ലാം കുട്ടികൾ സന്നദ്ധർ. ഈ കാർഷിക സംരംഭത്തിൻ്റെ പ്രചോദനമേറ്റ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ സ്വന്തം വീടുകളിലും പച്ചക്കറി കൃഷിയിൽ വ്യാപൃതരാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് കൃഷി ഓഫീസർ തുടങ്ങി ആ കൃഷി ഓഫീസിലെ എല്ലാ സ്റ്റാഫുകളും അതോടൊപ്പം തന്നെ മറ്റെല്ലാവർക്കും ഈ അവസരത്തിൽ നമുക്ക് നന്ദി മാത്രം പറഞ്ഞാൽ പോരാ, അവരുടേതായിട്ട് തന്നെ ഒരു കാര്യമാക്കി മാറ്റിയതാണ് നമ്മൾ ഈ വിളവെടുപ്പിൻ്റെ ഏറ്റവും വലിയൊരു ഉത്സവം തന്നെയാക്കി മാറ്റാനായിട്ട് സാധിച്ചത്. കുട്ടികൾക്കെല്ലാം സന്തോഷകരമാണ്. ഈ വർഷവും കുട്ടികൾക്ക് അവരവരുടെ വീടുകളിൽ കൃഷി ചെയ്യുന്നതിന് പരമാവധിയുള്ള പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഇവിടെ വിത്തുകളെല്ലാം വിതരണം ചെയ്തു. അതുപോലെ തന്നെ നമുക്കിവിടെ വച്ചതിൻ്റെ ബാലൻസുള്ള തൈകളെല്ലാം കുട്ടികൾക്ക് നൽകി. അതെല്ലാം തന്നെ കുട്ടികൾ കൊണ്ടുപോയി ചെയ്യുന്നുണ്ട്. നമ്മളെ ഇവിടെ സമീപത്ത് തന്നെ ഒരു കുട്ടി അവാർഡിനായിട്ട് അവർ നല്ല രീതിയിലുള്ളൊരു പച്ചക്കറി തോട്ടം തന്നെ തയ്യാറാക്കി. ഇത് രാഘവാനന്ദ സെൻട്രൽ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി അഞ്ജു എസിൻ്റെ ഭവനം. അഞ്ജുവിൻ്റെ അമ്മ ശ്രീമതി ശ്യാമയുടെ സഹകരണത്തോടെ അഞ്ജു ഒരു മാതൃകാ പച്ചക്കറിത്തോട്ടം ഒരുക്കി വിജയശ്രീ ലളിതയായി നിൽക്കുന്നു. ഓരോ തൈ നടുമ്പോഴും അഞ്ജു അതിലൊതുക്കി വെച്ചിട്ടുള്ള ഓരോ വലിയ സ്വപ്നത്തെയും പോലെ ഗ്രോ ബാഗുകളിൽ ഫലദങ്ങളാൽ വെമ്പി നിൽക്കുന്ന തക്കാളി, മുളക്, പയറ്, കോളിഫ്ലവർ, കോവൽ, വഴുതന, അമര, വെണ്ട, ചീര. വർഷത്തിൽ എല്ലാ കാലത്തും വിളവ് കിട്ടും വിധത്തിലാണ് കൃഷിരീതി. വിദ്യാലയം ഗുരുവാണ്. അവിടുത്തെ ഒരു കുഞ്ഞ് മഹത്താവുമ്പോൾ ഗുരുവും മഹത്താവുന്നു. അഞ്ജുവിൻ്റെ തോട്ടത്തിൽ വെള്ള റോസാപ്പൂക്കൾ നമ്മെ നോക്കി മടിച്ചു മടിച്ചു ചിരിക്കാൻ ശ്രമിക്കുന്നു, അഞ്ജുവിനെ പോലെ. കാർഷികോൽപാദനത്തിൻ്റെ വളർച്ചയാണ് ഏതൊരു രാജ്യത്തിൻ്റെയും വളർച്ചയ്ക്കും ജനതയുടെ നിലനിൽപ്പിനും ആധാരം. സ്വന്തം കുഞ്ഞുങ്ങളുടെ കാലിൽ ചെളി പുരളാൻ ഇഷ്ടപ്പെടാത്ത അച്ഛനമ്മമാർ കുഞ്ഞുങ്ങളെ മണ്ണിൽ നിന്നും അകറ്റുന്നു. ഏറെക്കുറെ വിദ്യാലയങ്ങളും അങ്ങനെ തന്നെ. കൊല്ലം ചിറക്കര രാഘവാനന്ദ സെൻട്രൽ സ്കൂളിലെ ഈ അധ്യയനചര്യ സ്തുത്യർഹവും ലോകോത്തര മാതൃകയുമായി ജാജ്വല്യമാനമാകുമ്പോൾ ഈ ഗുരുമന്ദിരത്തിനു മുമ്പിൽ നമുക്ക് നമ്രശീർഷരാവാം. യൗവനം നിലനിർത്തും വാനപ്രസ്ഥം. ഇത് പാലക്കാട് ചന്ദ്രനഗർ പ്രിയ ഹൗസിൽ സൗദാമിനി KGയുടെ വീട്. ഒരു ചിത്രകാരൻ തൻ്റെ സൃഷ്ടിയിൽ നോക്കിയിരുന്ന് ദിവസവും ഓരോ നഖരേഖകൾ ചേർക്കും പോലെ
വിവിധയിനം വർണ്ണ പൂക്കൾ കൊണ്ട് ഇവിടം അലങ്കൃതമായിരിക്കുന്നു. ഇതാ ഒരത്തിമരം. കായം ഒരു മരത്തിൻ്റെ കറയാണെന്നറിയാവുന്നവർ എത്രയുണ്ട്? ഇത് കായമരം. എണ്ണ കാച്ചുന്നതിനും മറ്റു പല ആയുർവേദ ചികിത്സാ ആവശ്യത്തിനും ഉപയോഗിക്കപ്പെടുന്ന കടുക്കാമരം. കാരബോള അഥവാ സ്റ്റാർ ആപ്പിൾ. ചില സ്ഥലങ്ങളിൽ ഇതിന് വരിപ്പൻ പുളി, ചതുരപ്പുളിഞ്ചി എന്നൊക്കെ പേരുണ്ട്. പച്ചയായാലും പഴുത്തതായാലും അച്ചാറിനും മീൻകറിക്കും രസരാജൻ. എളന്തപ്പഴം. ഗണപതി നാരകം. ഇന്ന് നമ്മുടെ ഭവനങ്ങളുടെ ചുറ്റുമുള്ള തറ നമ്മൾ ടൈൽസ് ഇട്ട് പൊതിയുമ്പോൾ സൗദാമിനി സ്വന്തം വീട്ടുപറമ്പ് ഒരു കാനനമാക്കി. തറയിൽ പുൽവിരിയിട്ടു. ഇനി സൗദാമിനിയുടെ വാക്കുകൾ ശ്രദ്ധിക്കാം. ഞങ്ങളിവിടെ ഈ വീട് വെച്ച് താമസിച്ചിട്ട് ഒരു 25 കൊല്ലമായി. അപ്പോൾ തുടങ്ങി, ചെറിയ തോതിൽ തുടങ്ങി. അങ്ങനെ എൻ്റെ താല്പര്യത്തിന് സമയം വെറുതെ കളയണ്ടെന്നുള്ളത് കൊണ്ട് അങ്ങനെ കളക്ട് ചെയ്ത് ഇത്രയും വെറൈറ്റീസ് ആക്കി. BSNL ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അന്നും കുറേയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ മുഴുവൻ സമയവും. പാംസ് ഒരു 4 വെറൈറ്റി, പിന്നെ അഡീനിയം ഒരു 40 വെറൈറ്റീസ് ഉണ്ട്. ബോൺസായിസ് ഒരു 40 എണ്ണം, ബോഗൻവില്ല ഒരു 30 വെറൈറ്റി, ഓർക്കിഡ്സ്, ആന്തൂറിയം. രാവിലെ തൂവെള്ള വസ്ത്രധാരണിയായി വന്ന് സൂര്യദേവന്റെ കരലാളനമേറ്റ് കവിൾ തുടുത്ത് വൈകുന്നേരമാകുമ്പോൾ ശോണാംബരയാകുന്ന ചേഞ്ച് റോസ്, ഇസ്രായേൽ ഓറഞ്ച്. കണ്ടില്ലേ ഈ പൂവിന് കണ്ണേറു പറ്റാതിരിക്കാൻ അടുത്തൊരു മരച്ചില്ല കോമാളി, ഒരു പീതാംബരി. എത്ര ഇനം ചെടികളാണ് ചട്ടികളിൽ ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വീടിനോട് ചേർന്ന് അശോകം നട്ടാൽ പച്ചിലപ്പാമ്പ് വരുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ സൗദാമിനിക്ക് അതൊന്നും പ്രശ്നമല്ല. 4 ആശ്രമങ്ങളിൽ വാനപ്രസ്ഥത്തിനായി വനം അന്വേഷിച്ച് നടക്കാനൊന്നും സൗദാമിനി തയ്യാറല്ല. താമസിക്കുന്ന സ്ഥലം തന്നെ വനമായാൽ മതിയല്ലോ. പാമ്പും ചേരയും ഒന്നും സൗദാമിനിയെ അലട്ടുന്നുമില്ല. ഇലുമ്പിപ്പുളി അഥവാ പുളിഞ്ചി. പ്ലാവ്. ശംഖുപുഷ്പ വിഭാഗത്തിലെ ഒരു നീലാംബരി. സോപ്പ് മരം. വിവിധ വർണ്ണങ്ങളിലും രൂപങ്ങളിലും ബിഗോണിയ. ഉള്ളിൽ തിരിതെളിച്ചു നിൽക്കുന്ന ചെമ്പരത്തിപ്പൂക്കൾ. സ്ഥലപരിമിതി മൂലം സൗദാമിനി പരിതപിക്കുന്നില്ല. വൻമരങ്ങൾ ബോൺസായായും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. ബോൺസായി 40ഓളമുണ്ട്. അരയാൽ, ഇത് കല്ലാൽ, ഇത് പുളി, ഇത് കറുവാപ്പട്ട. പക്ഷികൾ പുറത്തു വിലസട്ടെ. പക്ഷിക്കൂടിനുള്ളിലും ചെടികളാകാം. മണ്ണിൽ സ്ഥലമില്ലെങ്കിലെന്താ, വിണ്ണിലുമാവാം ചെടികൾ. ആന്തൂറിയം. കാട്ടിനുള്ളിൽ പതുങ്ങിയിരുന്നാൽ ആരും ശ്രദ്ധിക്കുകയില്ലല്ലോ. പുറത്തേക്കൊന്ന് തലനീട്ടാം. ജർബറാസ് സുന്ദരികൾ. കുളവാഴ. വിവിധ രൂപത്തിലും ഭാവത്തിലും കള്ളിച്ചെടികളുടെ ഒരു ശേഖരം. 5 മുതൽ 25 വരെ വർഷം പഴക്കമുള്ളവയാണിവ. മൊത്തം ഒരു 25 വെറൈറ്റി. അത് ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴൊക്കെ കളക്ട് ചെയ്ത് പിടിപ്പിച്ചതാണ്. ഇതൊരു 20 കൊല്ലമായതാണ്. ഇത് പോട്ടിംഗ് മിക്സർ മണൽ കൂടുതലാക്കി ഉണ്ടാക്കണം. മണൽ കൂടുതലാക്കി പോട്ടിംഗ് മിക്സർ ഉണ്ടാക്കുക. ഡയറക്റ്റ് മഴ കൊള്ളാതിരിക്കുക. ഹൈഡ്രാഞ്ചിയ. പൂച്ചപ്പഴം അഥവാ കടലാസ് പഴം.
അഡീനിയം, തുളസി വെറ്റില. സ്വകർമ്മത്തിൽ അഭിമാനബോധമുള്ള ഒരാളാണ് സൗദാമിനി. അവർക്ക് ബെസ്റ്റ് ഹോം ഗാർഡിനുള്ള ഡോക്ടർ കമലം ഹരിദാസ് മെമ്മോറിയൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അവരുടെ കർമ്മചര്യകളെ സംബന്ധിച്ച് ഒരു നല്ല ഫോട്ടോ ശേഖരവും ഇവിടെയുണ്ട്. നമുക്ക് ടെറസിൻ്റെ മുകളിലേക്ക് പോകാം. ഇത് സൗദാമിനിയുടെ ഭർത്താവ് ബാബുരാജൻ. റെയ്ഡ്കോ മാനേജരായിരുന്ന് വിരമിച്ച ബാബുരാജൻ ടെറസിലെ പച്ചക്കറി കൃഷി പരിപാലനത്തിൽ മുഴുകിയിരിക്കുകയാണിപ്പോൾ. കോവൽ. ഗ്രോ ബാഗുകളിൽ വഴുതന, കത്തിരി, ചീര, വെണ്ട, കോളിഫ്ലവർ, പച്ചമുളക്. പട്ടണമധ്യത്തിൽ വെറും 16 സെന്റ് ഭൂമിയിലാണ് നമ്മൾ ഇത്രയേറെ നേരം കഴിച്ചുകൂട്ടിയത് എന്ന് തോന്നുന്നുണ്ടോ? അതെ, ഇത് 16 സെന്റേ ഉള്ളൂ. വാനപ്രസ്ഥം ഈ യൗവനത്തിൽ തന്നെ വേണോ എന്ന് ചോദിക്കരുത്. ഇവർക്ക് ഈ നിത്യയൗവനം എങ്ങനെ കൈവന്നുവെന്നും ചോദിക്കേണ്ടതില്ലല്ലോ. വേണമെങ്കിൽ അമൃതം നമുക്കും നുണയാവുന്നതേ ഉള്ളൂ.